ആവർത്തനം അധ്യായം 4. ഇപ്പോൾ ഇസ്രായേലിൽ നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽപെയോറിന്റെ സന്നിധിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ടാലേ കണ്ടിരിക്കുന്നു. ബാൽപെയോറിനെ പിന്തുടരുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുള്ളൂ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുകയും ചെയ്യുന്ന ദേശം നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇത് തന്നെയല്ല ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം എത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഞാൻ എന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഇത്രയുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അങ്ങനെ നിങ്ങൾ അടുത്ത് വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വന്നു. അന്ധകാരവും മേഘവും കുരികളും ഉണ്ടായിരിക്കും. പർവ്വതം ആകാശമന്ത്രത്തോളം തീ കത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിങ്ങളോട് അരുളി ചെയ്തു. നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ചു തന്നെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ എഴുതുകയും ചെയ്തു. നിങ്ങൾ കൈവശമാക്കാൻ കടന്നു വരുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് എന്നോട് കൽപ്പിച്ചു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിങ്ങളോട് അരുളി ചെയ്താലും നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വർഷത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴങ്ങമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങളെയോ എന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു. ഞാൻ യോർദാൻ കടക്കയില്ലെന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്ന് സത്യം ചെയ്തു. ആകയാൽ ഞാൻ യോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് മരിക്കും. നിങ്ങളോ കടന്ന് ഞാൻ ആ നല്ല ദേശം കൈവശമാക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചപ്പോൾ യാതൊന്നിൻ്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേ. നിന്റെ ദൈവമായ യഹോവ ദയിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് ഏറെക്കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വല്ലതിൻ്റെ സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നില്ലെന്ന ദേശത്ത് നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയും നിങ്ങൾക്ക് വിരോധമായ സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ അവിടെ ദീർഘായുസോടിരിക്കാതെ നിർമൂലമായി പോകും. യഹോവ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചെയ്തിരിക്കും. യഹോവ നിങ്ങളെ കൊണ്ടുപോയേക്കുന്ന ജാതികളുടെ നിങ്ങൾ ചുരുക്കം വരെ ശേഷിക്കും. കാണാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദൈവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും. എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരികെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. നീ ക്ലേശത്തിലാകുകയും വിവേകയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവികാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുത്തേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കില്ല, നശിപ്പിക്കില്ല. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്തിട്ടുള്ള തന്നെ നിയമം മറക്കുകയുമില്ല. ദൈവം മനുഷ്യനെ ഭൂമിയെ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിൻ്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീരെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിപൂജ, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തിരക്കി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്ക് ഇത് കാണാൻ സന്നിധി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനല്ലാതെ നീ അറിയേണ്ടത് തന്നെ. അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്നെ മഹത്തായ തീ നിന്നെ കാണിച്ചു. നീ അവൻ്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിന്നെക്കാൾ വലുപ്പവും ബലവുമുള്ള ജാതികൾ നിന്റെ ഭൂമിയിൽ നീക്കളവാനും ഇന്നുള്ള പോലെ അവരുടെ ദേശത്ത് നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കുവാനും നിന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്നെ പുറപ്പെടുവിച്ചു. ആകയാൽ മീതെ സ്വർഗ്ഗത്തിലും താഴെ ഭൂമിയിലെ യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തരുമില്ലാതെ നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. നിനക്ക് നിന്റെ മക്കൾക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന നമ്മുടെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം. അക്കാലത്ത് മോശെ യോർദാനക്കരെ കിഴക്ക് 3 പട്ടണം വേർതിരിച്ചു. പൂർവ്വദേശം കൂടാതെ 10 വയസ്സാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ചെന്ന് ജീവിച്ചിരിക്കേണ്ടത് തന്നെ. അങ്ങനെ മരുഭൂമിയിൽ മലനാട്ടിലുള്ള ബേസർ രൂപീനർക്കും ഗിലെയാദിലെ രാമോത്ത് ഗാദിയർക്കും ബാശാനിലെ ഗോലാൻ മനുഷ്യർക്കും നിശ്ചയിച്ചു. മോശെ ഇസ്രായേൽ മുമ്പിൽ വെച്ച ന്യായപ്രമാണം ഇത് തന്നെ. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശെ യോർദാനക്കരെ ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോരി രാജാവായ സീഹോൻ ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ച് അവരോട് പറഞ്ഞ സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും ഇവ തന്നെ. മോശയും ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു. അവൻ്റെ ദേശവും ബാശാൻ രാജാവായ ഓഗിൻ്റെ ദേശവുമായ അർമ്മോണ്ട് അവയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ
ഹെർമോൻ എന്ന സീയോൻ പർവ്വതം വരെയും യോർദാനക്കരെ കിഴക്ക് പിസ്ഗയുടെ ചെരുവിന് താഴെ അരാബയിലെ കടൽ വരെയുള്ള താഴ്വരയൊക്കെയും ഇങ്ങനെ യോർദാനക്കരെ കിഴക്കുള്ള 2 അമോരി രാജാക്കന്മാരുടെ ദേശം കൈവശമാക്കി.